International NGOs. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന non-governmental organizations. First one, Greenpeace. It is an international NGO involved in environmental protection. It was established in 1971. Its headquarters is in Amsterdam. It is the largest environmental organization in the world with about 3 million members. ലോകത്തെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ NGO ആണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. 1971 സ്ഥാപിതമായത്. ഏകദേശം 3 മില്യൺ മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ്. Now let us find out what are the role of Greenpeace in protecting environment. Environment പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഗ്രീൻപീസിന്റെ റോൾ എന്തെല്ലാമാണെന്ന് നോക്കാം. First one, gathering and giving information on environmental issues. Environmental issuesമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും നൽകുകയും ചെയ്യുക. Undertaking direct actions to protect specific resources. ചില പ്രത്യേക വിഭവങ്ങളെ സംരക്ഷിക്കാനായി പ്രത്യക്ഷമായ ഇടപെടലുകൾ നടത്തുക. Undertaking public education and creating consciousness by protest march, demonstration, civil disobedience, etc. ആളുകൾക്ക് അവബോധം നൽകാനായി, വിദ്യാഭ്യാസം നൽകാനായി പ്രൊട്ടസ്റ്റ് മാർച്ചുകളും സിവിൽ ഡിസൊബീഡിയൻസും നിയമലംഘന പ്രവർത്തനങ്ങളും ഡിമോൺസ്ട്രേഷനും ഒക്കെ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു. മറ്റൊന്ന്, carrying out confrontations with those who threaten the environment by dumping hazardous waste. എൻവയോൺമെന്റിന് ഹാനികരമായിട്ടുള്ള അപകടകാരികളായ വസ്തുക്കൾ പുറന്തള്ളി എൻവയോൺമെന്റിനെ പൊള്യൂട്ട് ചെയ്യുന്നവരെ പ്രത്യക്ഷമായി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഏറ്റുമുട്ടൽ എന്ന് പറയും. മറ്റൊന്ന്, കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ദി മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഹാംഫുൾ പ്രൊഡക്ട്സ്. അപകടകാരികളായ വസ്തുക്കൾ, അതുപോലെ കീടനാശിനി മുതലായവയുടെ ഉൽപാദനത്തെയും ഉപയോഗത്തെയും നിരന്തരമായി ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഗ്രീൻപീസിനുണ്ട്. മറ്റൊന്ന്, കണ്ടക്ടിങ് സ്റ്റഡീസ് ഓൺ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ കുറിച്ച് പഠനം നടത്തുകയും ആ ലഭിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്, IUCN എന്ന് പറയും. സോ ദിസ് ഈസ് ആൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് മോർഗ്, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ മോർഗ് ആസ്ഥാനമായി 1948 രൂപീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു കൺസർവ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ദ നേച്ചർ. ഇതിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ, നാച്ചുറലിനെ സംരക്ഷിക്കുക, പ്രകൃതി വിഭവങ്ങളെ പരിപാലിക്കുക. It has connections with a large number of international organizations. A lot of programs are implemented with their active participation. നിരവധി അന്തർദേശീയ സംഘടനകളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IUCN എന്ന് പറയുന്നത്.
നിരവധി പദ്ധതികൾ അവര് മറ്റ് ഇതര അന്തർദേശീയ സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. It jointly works with the Worldwide Fund for Nature, WWF-മായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ IUCN എന്ന് പറയുന്നത്. And it plays an important role in the conservation of biodiversity throughout the world. ലോകത്തുടനീളം തന്നെ ജൈവ വൈവിധ്യം നിലനിർത്താനായി പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് IUCN. നെക്സ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ എന്ന് പറയും. ഇറ്റ് ഈസ് എ UN ഏജൻസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1945. 1945 സ്ഥാപിതമായിട്ടുള്ള ഒരു UN-ന്റെ ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ പാരീസ്. പാരീസ് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആർ ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, സയന്റിഫിക് റിസർച്ച് ആൻഡ് സപ്ലൈ ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ദ മെമ്പർ കൺട്രീസ്. പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല വിദ്യാഭ്യാസവും ശാസ്ത്ര ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ശാസ്ത്രീയമായ അറിവുകളും ഇൻഫർമേഷൻസും മെമ്പർ കൺട്രീസിന് കൈമാറുക. It frequently organizes workshops, seminars, etc. to provide technical knowledge to the member countries. തങ്ങളുടെ അംഗരാജ്യങ്ങൾക്ക് ആശയങ്ങളും വിവരങ്ങളും കൈമാറാനായിട്ട്, സാങ്കേതിക പരിജ്ഞാനം നൽകാനായിട്ട് വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. It also works to reduce pollution throughout the world. ലോകത്തുടനീളം എല്ലായിടത്തുമുള്ള അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്, EPA എന്ന് പറയും. ഇറ്റ് ഈസ് an independent federal agency of the US government. US ഗവൺമെന്റിന്റെ ഒരു ഫെഡറൽ ഏജൻസിയാണ് ഈ EPA എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1970. 1970 സ്ഥാപിതമായത്. ഇറ്റ് ബേസിക്കലി ഡീൽസ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദി എൻവയോൺമെന്റ്. അടിസ്ഥാനപരമായ പ്രവർത്തനം എന്താണ്? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഇറ്റ് പ്രൈമർലി വർക്ക്സ് ഇൻ ദി ഫീൽഡ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് ടേക്സ് കെയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. വായുവിന്റെയും മണ്ണിന്റെയും പ്യൂരിറ്റി നിലനിർത്താൻ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് നോയിസ്, പെസ്റ്റിസൈഡ്, റേഡിയേഷൻ എറ്റ്സെട്ര. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് കീടനാശിനി ആയാലും ശബ്ദ മലിനീകരണമായാലും റേഡിയേഷൻ പ്രോബ്ലം ഒക്കെ. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് EPA എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്, UNEP എന്ന് പറയും. അതും എന്താണ്? ദിസ് ഈസ് ഓൾസോ എ UN ഏജൻസി. ഇതും ഒരു UN ഏജൻസിയാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972. 1972 സ്ഥാപിതമായിരിക്കുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് നെയ്റോബി, കെനിയ. കെനിയയിലെ നെയ്റോബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് UNEP എന്ന് പറയുന്നത്. ഇറ്റ് ചീഫ്ലി ഫോർമുലേറ്റ്സ് ദ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ദി മാനേജ്മെന്റ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് UNEP എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മാനേജസ് ദ യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ ഫണ്ട് ടു ഫിനാൻസ് ദ വേരിയസ് എൻവയോൺമെന്റൽ പ്രൊജക്ട്സ്. വിവിധ എൻവയോൺമെന്റൽ പ്രൊജക്ടുകൾക്ക് ഫണ്ട് നൽകുന്ന യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഈ UNEP ആണ്. നെക്സ്റ്റ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് യൂണിയൻ ആണ്. ഇറ്റ് ഈസ് എ പാരീസ് ബേസ്ഡ് NGO. ഇത് പാരീസ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. ഇറ്റ് മെയിൻലി പ്രൊമോട്ട്സ് ആൻഡ് എൻകറേജസ് ദ എക്സ്ചേഞ്ച് ഓഫ് സയന്റിഫിക് ഇൻഫർമേഷൻസ്, ഡാറ്റ ആൻഡ് ഐഡിയാസ് എമംഗ് ദി വേരിയസ് കൺട്രീസ്. വിവിധ രാജ്യങ്ങൾക്കിടയിൽ തങ്ങൾ കണ്ടെത്തിയ
ശാസ്ത്രീയമായ അറിവുകളും ആശയങ്ങളും സ്ഥിതിവിവര കണക്കുകളും കൈമാറുന്നു. ആ രീതിയിൽ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ICSU എന്ന് പറയുക. ഇനി നമുക്ക് ഇന്ത്യയിലെ ഏതാനും ചില NGOസിനെ പരിചയപ്പെടാം. ഒന്ന് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, CSE എന്ന് പറയും. 1980 അത് സ്ഥാപിതമായിരിക്കുന്നത്. It is one of the India's leading environmental NGO with a great interest in sustainable natural resource management. Sustainable natural resource managemental പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CSE എന്ന് പറയുന്നത്. അടുത്തത് തേരി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1974 സ്ഥാപിതമായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ ന്യൂഡൽഹി. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖമായ ഒരു സംഘടനയാണിത്. Their main focus is on efficient utilization of energy. അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി എന്നുള്ളത്. എനർജിയുടെ ഏറ്റവും കാര്യക്ഷമമായ ഉപയോഗം സാധ്യമാക്കുക. സസ്റ്റൈനബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സിന്റെ സുസ്ഥിരമായിട്ടുള്ള ഉപയോഗം ഉറപ്പുവരുത്തുക. അതുപോലെ ലാർജ് സ്കെയിൽ അഡോപ്ഷൻ ഓഫ് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ്, റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജി ഉപയോഗിച്ചുള്ള ടെക്നോളജി പരമാവധി അഡോപ്റ്റ് ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ സ്റ്റുഡ് ഫോർ ദി റിഡക്ഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് വേസ്റ്റ്. എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് തേരി എന്ന് അറിയപ്പെടുക. So we can say that it is an NGO working for the development towards sustainability. സുസ്ഥിരതയെ ലക്ഷ്യമിട്ടുകൊണ്ട്, സുസ്ഥിരമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട്, സുസ്ഥിരമായിട്ടുള്ള വിഭവ വിനിയോഗം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖമായ ഒരു സ്ഥാപനമാണ് തേരി എന്നറിയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.